എമയാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇപ്പോ അവള് പുറത്തേക്ക് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോകാനായിട്ട് നിൽക്കുകയാണ്. അവളിപ്പോ ചെറിയൊരു സ്പീഡ് ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ കയറി അങ്ങനെ പോവാണ്. ഇതിന്റെ ഇടയിൽ യമ അവളുടെ ഫ്രണ്ടിന് ഒരു ടെക്സ്റ്റ് അയക്കുന്നുണ്ട്. അവളുടെ അച്ഛന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അവളുടെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തൊപ്പി കടൽക്കാറ്റടിച്ചിട്ട് അതിങ്ങനെ പറന്നു പോകുന്നത്. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രിയപ്പെട്ട ഒരു തൊപ്പിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ഒരു തൊപ്പി എടുക്കാനായിട്ട് ഡ്രൈവറോട് പറയാണ്. ഡ്രൈവർ ഇപ്പൊ പറയാണ്, ഒരുപാട് വേഗത്തിൽ വരുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഈ തൊപ്പി എവിടെ പോയി വീഴാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് തിരിച്ചു കിട്ടില്ല എന്ന് പറയാണ്. എന്നാൽ ഈ ഷിപ്പിനെ നോക്കി വരുന്നുണ്ടായിരുന്ന നമ്മുടെ ഫിന്ന് ഈ തൊപ്പി പറന്നു പോയത് കാണുകയാണ്. ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള അവസരം എന്ന് മനസ്സിലാക്കി അവന്റെ ബോട്ടിന്റെ സ്പീഡ് കൂട്ടുന്നുണ്ട്. എന്നിട്ട് നേരെ ആ ഒരു തൊപ്പി പോയ ഡയറക്ഷനിലേക്ക് പോവാണ്. ഫിന്നിപ്പോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു തൊപ്പിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് തന്നെ ബോട്ട് ഇപ്പോ മുകളിലേക്ക് ചാടിച്ചിട്ട് ആ ഒരു തൊപ്പി അവൻ പിടിക്കുകയാണ്. അത്ര ഹൈറ്റിൽ ചാടിയതുകൊണ്ട് തന്നെ നേരെ തലയിടിച്ചിട്ട് അവന്റെ ബോട്ടിലേക്ക് വീഴാണ്. ഈ ഒരു കാര്യമൊക്കെ നോക്കിയിട്ട് യമ അവളുടെ ബോട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡ്രൈവറോട് അവന്റെ അടുത്തേക്ക് വിടാനായിട്ട് പറയാണ്. നമ്മുടെ ഫിന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു അഭ്യാസ പ്രകടനമൊക്കെ കണ്ടിട്ട് ഈ ഒരു ഡ്രൈവർ ആണെങ്കിൽ കിളി പോയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. ഫിന്നിന്റെ ബോട്ടിന്റെ അടുത്തെത്തി ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് നോക്കുന്ന സമയത്താണ് ഫ്രണ്ടിൽ ആ ഒരു ബോട്ട് കാണുന്നത്. നേരെ വന്നിട്ട് അവന്റെ ആ ഒരു ബോട്ടിലേക്ക് ഇടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ നമ്മുടെ ഫിന്നിന്റെ തലയ്ക്ക് കാര്യമായിട്ടുള്ള മുറിവ് പറ്റിയിട്ടുണ്ട്.